നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു അപ്പത്തെ വർദ്ധിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം യേശു തിബെരിയാസ് എന്ന ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിനപ്പം തികയുകയില്ല എന്നുത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്. അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തിയിരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണമൊന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ തിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു. 12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട്, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു എന്ന് പറഞ്ഞു. അവർ വന്ന് അവനെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. ഞാൻ ചെയ്യുന്ന അടയാളങ്ങൾ എനിക്ക് സാക്ഷ്യമാണ്. പിതാവ് എന്നെ അയച്ചു. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണെന്ന് യേശു തൊട്ടുപുറകിലത്തെ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം യേശു തിബെരിയാസ് കടലിൻ്റെ അക്കരയ്ക്ക് പോയി. പെസഹ പെരുന്നാൾ സമയമായിരുന്നത് കൊണ്ട് ധാരാളം ആളുകൾ യെരുശലേമിലേക്ക് പെസഹ പെരുന്നാളിന് പോകാൻ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് അവര് യേശുവിൻ്റെ വചനം കേൾക്കുവാൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശു അവരോട് പ്രസംഗിച്ചു. അവരിലെ രോഗികൾക്കൊക്കെ കർത്താവ് സൗഖ്യം നൽകി. അതിനുശേഷം യേശു തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഇവർക്ക് നാം ഭക്ഷണം കൊടുക്കണ്ടേ? എവിടെ നിന്ന് കൊടുക്കും? അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, 200 പണത്തിന് അപ്പം ഉണ്ടെങ്കിൽ അല്പം അല്പം കൊടുക്കാം. അപ്പോൾ അന്ത്രയാസ് പറഞ്ഞു, ഇവിടെ ഒരു ചെറിയ ബാലകനുണ്ട്. അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. അതേ ഉള്ളൂ നമുക്ക്. അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾ എന്തായാലും ആളുകളെ ഇരുത്തുക. 5 അപ്പവും 2 മീനും യേശു കയ്യിലെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് വർദ്ധിച്ചു. വിളമ്പിക്കൊടുക്കാൻ പറഞ്ഞു. അവരെല്ലാവർക്കും കൊടുത്ത് എല്ലാവരും തൃപ്തി പ്രാപിച്ചു. 12 കൊട്ട നിറച്ചെടുത്തു. അവർ പറഞ്ഞു, ലോകത്തിലേക്ക് വരുവാൻ ഉള്ള പ്രവാചകൻ ബൈബിളിലെ പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ളത് വേറെ ആരുമല്ല, ഇത് തന്നെയാണ്. യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ യേശു മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് യേശു പറഞ്ഞില്ല, പരസ്യമൊന്നും ചെയ്തില്ല. അല്ലാതെ തന്നെ ആളുകൾ ചെല്ലുകയാണ്. സുഗന്ധം ഉള്ള പുഷ്പത്തിലേക്ക് ചിത്രശലഭങ്ങൾ വരുന്നത് പോലെ ആളുകൾ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. കർത്താവായ യേശു ആദ്യം അവരുടെ ആത്മീക വിശപ്പിനാണ് പരിഹാരം വരുത്തിയത്. അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്തു. അതുപോലെ ഒപ്പം അവരുടെ രോഗമുള്ള ആളുകൾക്ക് സൗഖ്യവും നൽകി. പക്ഷേ അവരുടെ ഭക്ഷണകാര്യം യേശു മറന്നില്ല. ഒരു സമൂല രക്ഷയാണ് യേശു വാഗ്ദാനം ചെയ്യുന്നത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് ഒന്നാമത് ആത്മരക്ഷ. അതിൻ്റെ പിന്നാലെ ഭൗതികമായ അവരുടെ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും
കർത്താവ് പരിഹാരം വരുത്തും. അത് യേശു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് ഓർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ട. ഈ വകയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്വനായ പിതാവ് അറിയുന്നു. അപ്പോൾ പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിലയച്ചത് നമുക്ക് ആത്മരക്ഷ തരുവാൻ, നമുക്ക് പാപമോചനം തരുവാൻ, നമ്മളെ സ്വർഗാവകാശികളാക്കാൻ മാത്രമല്ല, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, തൊഴിൽ വേണം, ഉപജീവന മാർഗം വേണം, അല്ലെങ്കിൽ വീട് വേണം, നമുക്ക് കുടുംബ ബന്ധങ്ങൾ വേണം, നമുക്ക് കൂട്ടായ്മ ബന്ധം വേണം. ഇതെല്ലാം പിതാവിന് അറിയാം. തീർച്ചയായിട്ടും പിതാവ് ഇത് കരുതിയിട്ടുണ്ട്. അബ്രഹാം തൻ്റെ മകനോട് പറഞ്ഞത് മകനെ യഹോവ കരുതിക്കൊള്ളുമെന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാത്ത, നമ്മൾ ചോദിക്കാത്ത, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പോലും നമുക്കായിട്ട് കരുതുന്ന ഒരു പിതാവാണ് നമുക്ക് ഉള്ളത്. അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മുടെ പിതാവാകുകയും ദൈവം നമുക്കായി കരുതുകയും ചെയ്യും. ഇവിടെ യേശു അവരുടെ ഭക്ഷണകാര്യം മുൻകൈയെടുത്തു. ഒരു കൊച്ചുകുട്ടി 5 അപ്പവും 2 മീനും യേശുവിന് കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ശമരിയ സ്ത്രീയോട് യേശു സംസാരിച്ചപ്പോൾ നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ടെന്ന് യേശു പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചത് യേശുവിന് ആരോ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു കാണുമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ യേശുവിനെ ആളുകൾ കാണുന്നത് കൊണ്ട് അവർ യേശുവിന് ഭക്ഷണം കൊടുക്കുക പതിവായിരുന്നു. ഇവിടെ യേശുവിന് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കൊടുത്തയച്ച 5 അപ്പവും 2 മീനും ഉണ്ട്. അന്ത്രയോസ് പറഞ്ഞു അതുണ്ട്, തീർച്ചയായിട്ടും അത് മതി. വെള്ളത്തെ വീഞ്ഞാക്കി യേശുക്രിസ്തുവിന് അപ്പത്തെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് അന്ത്രയോസ് വിശ്വസിച്ചിരുന്നുവെന്ന് വേണം കരുതാൻ. യേശു പറഞ്ഞ ആളുകളെ ഇരുത്തുക, 50 വീതം 5000 പേരാണ്, 100 ഗ്രൂപ്പായിട്ട് ഇരുത്തുക എന്നാണ് പറഞ്ഞത്. അതിനുശേഷം യേശു പ്രാർത്ഥിച്ചു. ദൈവം ആ അപ്പത്തെ വർദ്ധിപ്പിച്ച് നൽകി. അതവർക്ക് വിതരണം ചെയ്യാനിടയായി. എല്ലാവരും തൃപ്തി പ്രാപിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇതാണ്, അതായത് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ. മോശ പറഞ്ഞിരുന്നു, എന്നെപ്പോലെ പ്രവാചകനെ ദൈവം നിങ്ങൾക്ക് അയച്ചു തരും, അവൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. അതുപോലെ ദാവീദിൻ്റെ വംശത്തിൽ നിത്യരാജാവായിട്ട് ഒരുവൻ വരും എന്ന് പ്രവചനമുണ്ടായിരുന്നു. അവർ വിചാരിച്ചു ഇതായിരിക്കും ആ രാജാവ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഇവിടെ രാജ്യം സ്ഥാപിക്കാനായിട്ട് വന്നതല്ല. യേശു ഉപദേശം പറയുന്ന ഒരു പ്രവാചകനായിട്ട് വന്നതല്ല. യേശു മനുഷ്യന് രോഗസൗഖ്യവും അല്ലെങ്കിൽ ഭക്ഷണവും കൊടുക്കാനായി വന്നയാളല്ല. യേശു മനുഷ്യൻ്റെ ആത്മരക്ഷ, അതാണ് പ്രധാനമായിട്ടുള്ളത്. അത് നൽകാൻ, മനുഷ്യന് വേണ്ടി യാഗമാകാൻ വന്നതാണ്. അതുകൊണ്ടാണ് യേശു അവരെ വിട്ട് മാറിപ്പോകുവാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കിയത് ക്വാളിറ്റിയുടെ മേൽ, ഗുണനിലവാരത്തിൻ്റെ മേൽ തനിക്കുള്ള അധികാരമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ, നിറമോ മണമോ ഗുണമോ രുചിയോ ഇല്ലാത്ത വെള്ളത്തെ നിറവും മണവും ഗുണവും വിലയും ആസ്വാദ്യതയുമുള്ള വീഞ്ഞാക്കി മാറ്റിയതുപോലെ മനുഷ്യന് ഗുണനിലവാരം വരുത്താൻ കഴിയും എന്നാണ് തെളിയിച്ചതെങ്കിൽ, ഇതാ അടുത്ത അടയാളം ക്വാണ്ടിറ്റിയുടെ മേലാണ്. ഒരു കൊച്ചുകുട്ടിക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണത്തെ 5000 പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി തൃപ്തിയാകുവോളം കൊടുക്കത്തക്കവണ്ണം വർദ്ധിപ്പിക്കുവാൻ യേശുവിന് സാധിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണകാര്യത്തിൽ, കുടുംബകാര്യത്തിൽ, നമ്മുടെ സകലവിധ ആവശ്യങ്ങളിലും പരിഹാരം വരുത്താൻ കഴിവുള്ളവനാണ് യേശു എന്നുള്ളത് യേശുവിടെ തെളിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പല ദൈവസങ്കല്പങ്ങളുടെ അടുത്തേക്ക് നമ്മൾ നിവേദ്യങ്ങളും വഴിപാടുകളുമായി ചെല്ലണം. എന്നാൽ യേശു നമുക്ക് തരുന്നവനാണ്. അതാണ് ആ വ്യത്യാസം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.